നാമം മഹത്വപ്പെടുമാറാട്ടെ. വീണ്ടും നമുക്ക് ഇപ്രകാരം ദൈവദിനത്തിന് മുമ്പാകെ ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ബൈബിൾ സർവേയിലെ നാമ അപ്പോസ്തല പ്രവൃത്തികൾ വരെയാണ് നാം ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ച അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീർന്നു. കാരണം റോമാലേഖനം മുതൽ എബ്രായലേഖനം വരെ ഉള്ള എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസാണ്. അതുകൊണ്ട് പൗലോസിനെ കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് ലേഖനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലേഖനങ്ങളുടെ ഒരു മുഖവരിയായിട്ട് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഈ പഠനത്തോട് ബന്ധത്തില് ഈ ലേഖനങ്ങളുടെ ഒരു മുഖവുര അത് നാം ചിന്തിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം, പുതിയ നിയമം നാം ആദ്യത്തെ ക്ലാസ്സുകളിൽ നാം ഓർത്തതുപോലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങള് ചരിത്രമാണ്. അതില് മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിന്റെ ചരിത്രവും അപ്പോസ്തല പ്രവൃത്തികള് ആദിമ സഭയുടെ ചരിത്രവുമാണ്. അതിനുശേഷം റോമർ മുതൽ യൂദ വരെയുള്ള 21 പുസ്തകങ്ങള് ലേഖനങ്ങളാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങള് ലേഖനങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഒരു പുസ്തകം, അവസാനത്തെ വെളിപ്പാട് പുസ്തകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 27 പുസ്തകങ്ങൾ, 21 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ ലേഖനങ്ങളാണ്. ക്രിസ്തീയ സഭയ്ക്കുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലുള്ള ഉപദേശങ്ങള് അടങ്ങിയിരിക്കുന്നത് ലേഖനങ്ങളിലാണ്. അതുകൊണ്ട് ലേഖനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതവും പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയില് അപ്പോസ്തലന്മാര് അവരുടെ പ്രവർത്തനങ്ങള്, അവര് എങ്ങനെയാണ് അവര് പ്രവർത്തിച്ചത്, ആദിമ സഭയുടെ കാര്യങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നെങ്കിൽ ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ലേഖനങ്ങളിലാണ് നാം കാണുന്നത്. ദൈവസഭയ്ക്കുള്ള ഉപദേശങ്ങള്, ക്രിസ്തീയ ജീവിതത്തിനുള്ള ഉപദേശങ്ങളൊക്കെ നമുക്ക് ലേഖനങ്ങളിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ലേഖനങ്ങൾ ഇല്ലാതെ നമുക്ക് ഒരു ഉപദേശം നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു ഉപദേശം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ലേഖനങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ 21 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. ഈ 21 ലേഖനങ്ങൾ എഴുതിയത് 5 പേരാണ്. പ്രധാനമായിട്ടും 5 പേരാണ് 21 ലേഖനങ്ങൾ എഴുതിയത്. അതില് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ആരാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. അനേകർ വിശ്വസിക്കുന്നത് എബ്രായ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ 14 ലേഖനങ്ങള് പൗലോസാണ് എഴുതിയത്. ഈ 21 ലേഖനങ്ങളില് 14 ലേഖനങ്ങളുടെ എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസാണ്. ബാക്കിയുള്ള ലേഖനം നമുക്കറിയാം, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, അതുപോലെ യൂദ. ഈ 4 പേരാണ് ബാക്കിയുള്ള ലേഖനങ്ങള് എഴുതിയത്. അതിന് പത്രോസ് 2 ലേഖനങ്ങൾ എഴുതി, യോഹന്നാന്റെ 3 ലേഖനങ്ങള്, അതുപോലെ യാക്കോബും യൂദയും ഓരോ ലേഖനങ്ങൾ വീതം എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കും. ഈ ലേഖനങ്ങൾ എഴുതിയ ഈ 5 പേരില് പത്രോസും യോഹന്നാനും മാത്രമാണ് കർത്താവിനോട് കൂടെ ആയിരുന്ന കർത്താവിന്റെ ശിഷ്യന്മാർ. കർത്താവിനോടുകൂടെ ഈ ലോകത്തിലായിരുന്ന ശിഷ്യന്മാര് പത്രോസും യോഹന്നാനും മാത്രമാണ്. അത് മാത്രമല്ല, നമുക്ക് ഈ 21 ലേഖനങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് തരംതിരിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒന്ന്, പൗലോസ് എഴുതിയ ലേഖനങ്ങളെന്നും പൊതു ലേഖനങ്ങളെന്നും, പോളൈൻ എപ്പിസിൽസ് ആൻഡ് അതർ ജനറൽ എപ്പിസിൽസ്. അപ്പോൾ പോളൈൻ എപ്പിസിൽസ് പൗലോസ് എഴുതിയ ലേഖനങ്ങൾ, അതുപോലെ പൊതുവായ ലേഖനങ്ങൾ. ആദ്യത്തെ 14 ലേഖനങ്ങൾ എബ്രായ ലേഖനം കൂടെ ചേർക്കുകയാണെങ്കിൽ പൗലോസാണ് എഴുതിയതെങ്കിൽ ആദ്യത്തെ 14 ലേഖനങ്ങള് പോളൈൻ എപ്പിസിൽസ് അല്ലെങ്കിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളും, ബാക്കിയുള്ള യാക്കോബ് മുതൽ യൂദ വരെയുള്ള ലേഖനങ്ങള് പൊതുവായ അല്ലെങ്കിൽ ജനറൽ എപ്പിസിൽസ്, പൊതുവായ ലേഖനങ്ങൾ. പൗലോസിന്റെ എഴുത്തുകളില് പൗലോസ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വാസത്തിനാണ്. അപ്പോൾ പൗലോസ് വിശ്വാസത്തിന്റെ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൗലോസ് വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ പത്രോസ് പ്രത്യാശയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പത്രോസിന്റെ 2 ലേഖനങ്ങളിലും പ്രത്യാശയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
യോഹന്നാന്റെ ലേഖനം നമുക്കറിയാം, യോഹന്നാൻ സ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുപോലെ യാക്കോബ് വിശ്വാസത്തിന്റെ പ്രവർത്തികൾക്കാണ്. അതുപോലെ യൂദായുടെ ലേഖനം വിശ്വസ്തതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 5 എഴുത്തുകാരും ഈ 5 വിഷയങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പൗലോസ് വിശ്വാസം, പത്രോസ് പ്രത്യാശ, യോഹന്നാൻ സ്നേഹം, അതുപോലെ യാക്കോബ് വിശ്വാസത്തിന്റെ വേല അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ, അതുപോലെ യൂദ നമുക്ക് അറിയാം വിശ്വസ്തത. ഈ വിശ്വസ്തതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പൗലോസ് വിശ്വാസത്തിന്റെ അപ്പോസ്തലനും, പത്രോസ് പ്രത്യാശയുടെ അപ്പോസ്തലനും, യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനുമാണ്. അതുപോലെ യാക്കോബ് വിശ്വാസത്തിന്റെ വേലയും യൂദ വിശ്വസ്തതയും കുറിച്ച് എഴുതുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് നാം വരികയാണെങ്കിൽ ആദ്യത്തെ 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനം ആരാണ് എഴുതിയതെന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. ആരാണ് എഴുതിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അനേകരും വിശ്വസിക്കുന്നത് എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയതെന്നാണ്. വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പൗലോസ് അല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കാം എഴുതിയതെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പൗലോസിന്റെ ബാക്കിയുള്ള 13 ലേഖനങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഈ 13 ലേഖനങ്ങള് പൗലോസ് എഴുതിയ ക്രമം അനുസരിച്ചല്ല ബൈബിളില് ചേർത്തിരിക്കുന്നത്. റോമാലേഖനം ആദ്യം ചേർത്തിരിക്കുന്നത്, അതിനുശേഷം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങള് ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ എന്നാണ് നമ്മുടെ ബൈബിളിൽ ചേർത്തിരിക്കുന്നത്. എന്നാൽ പൗലോസ് എഴുതിയ ക്രമം ഇതായിരുന്നില്ല. പൗലോസ് ലേഖനങ്ങൾ എഴുതിയ ക്രമത്തിലല്ല ബൈബിളില് ചേർത്തിരിക്കുന്നത്. പൗലോസ് എഴുതിയ ക്രമം അനുസരിച്ച് നാം നോക്കുകയാണെങ്കിൽ, ചില വേദപണ്ഡിതന്മാര് പറയുന്നത് ഗലാത്യ ലേഖനമാണ് ആദ്യം പൗലോസ് എഴുതിയെന്നാണ്. എന്നാൽ ചിലർ പറയുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങളാണ് പൗലോസ് ആദ്യം എഴുതിയെന്നാണ്. അപ്പോൾ നാം ചിന്തിക്കുകയാണെങ്കിൽ അത് ആദ്യം എഴുതിയത് ഒരുപക്ഷെ ഗലാത്യ ലേഖനമായിരിക്കാം. പിന്നീട് തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങള്, അതിനുശേഷം പൗലോസ് എഴുതിയ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങള്, പിന്നീട് റോമാ ലേഖനം, അതിനുശേഷം കൊലോസ്യർ, ഫിലേമോൻ, എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, അതിനുശേഷം തിമോത്തിയോസിന്റെ 1-ാം ലേഖനം, അതിനുശേഷം തീത്തോസ്, അതിനുശേഷം തിമോത്തിയോസിന്റെ 2-ാം ലേഖനം. ഇങ്ങനെയാണ് പൗലോസ് എഴുതിയ ക്രമം എന്ന് പറയാം. അതായത് ഗലാത്യ ലേഖനം 1-ഉം 2-ഉം തെസ്സലോനിക്കർ, 1-ഉം 2-ഉം കൊരിന്ത്യർ, റോമർ, കൊലോസ്യർ, ഫിലേമോൻ, എഫേസ്യർ, ഫിലിപ്പിയർ, 1 തിമോത്തിയോസ്, തീത്തോസ്, 2 തിമോത്തിയോസ്. ഈ ക്രമത്തിലാണ് പൗലോസ് എഴുതിയെന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയ ക്രമം എന്ന് പറഞ്ഞാൽ യാക്കോബ്, അതിനുശേഷം യൂദ, 1-ഉം 2-ഉം പത്രോസിന്റെ 1-ാം ലേഖനം, പത്രോസിന്റെ 2-ാം ലേഖനം, അതിനുശേഷം യോഹന്നാന്റെ 3 ലേഖനങ്ങൾ. അതാണ് പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ, പൊതുവായ ലേഖനങ്ങൾ എഴുതിയ ക്രമം എന്ന് പറയുന്നത്. ഇതില് പൗലോസിന്റെ 13 അല്ലെങ്കിൽ 14 ലേഖനങ്ങളാണ് പൗലോസിന്റെ ലേഖനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ 14 ലേഖനങ്ങളല്ലാതെ അതും കൂടുതൽ ലേഖനങ്ങള് പൗലോസ് എഴുതിയിട്ടുണ്ട്. പൗലോസ് എഴുതിയ എല്ലാ ലേഖനങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ 14 ലേഖനങ്ങളിലധികം പൗലോസ് എഴുതിയായിട്ട് നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അതിനു മുമ്പ് എഴുതിയ ഒരു ലേഖനത്തെ കുറിച്ച്, കൊരിന്ത്യർക്ക് തന്നെ അതിന് മുമ്പ് എഴുതിയ ഒരു ലേഖനത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ ലേഖനത്തിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതുന്നതിന് മുമ്പേ കൊരിന്ത്യർക്ക് പൗലോസ് മറ്റൊരു ലേഖനം എഴുതിയിരുന്നു. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. 2 കൊരിന്ത്യർ 10:9. ഞാൻ ലേഖനങ്ങൾ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത്. അവിടെ ലേഖനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് പൗലോസ് കൊരിന്ത്യർക്ക് തന്നെ കുറഞ്ഞ പക്ഷം 4 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം ലേഖനവും. എന്നാല് നമുക്ക് ലഭിച്ചിട്ടുള്ള 1-ാം ലേഖനം എന്ന് പറയുന്നത് പൗലോസിന്റെ യഥാർത്ഥത്തിൽ 2-ാം ലേഖനമാണ്. അതുപോലെ നമുക്ക് ലഭിച്ചിട്ടുള്ള കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം നമുക്ക് പൗലോസിന്റെ യഥാർത്ഥത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 4-ാം ലേഖനമാണ്. അങ്ങനെയെങ്കിൽ 4 ലേഖനങ്ങൾ കുറഞ്ഞ പക്ഷം പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയിട്ടുണ്ട്. പിന്നീട് കൊലോസി ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. കൊലോസി ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലൗദിക്യ സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലൗദിക്യയിൽ നിന്നുള്ളതും നിങ്ങളും വായിക്കുകയും ചെയ്യുവൻ. അപ്പൊ ലവോദിക്യ സഭയ്ക്ക് പൗലോസ് ഒരു ലേഖനം എഴുതിയതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പലരും അഭിപ്രായപ്പെടുന്നത് അത് എഫേസ്യ ലേഖനം തന്നെയാണ് എന്നുള്ളതാണ്. അല്ലെ, ലവോദിക്കയിൽ നിന്നുള്ള ലേഖനം എന്ന് പറയുന്നത് അത് എഫേസ്യ ലേഖനം തന്നെയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. നാം എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് അത് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല ലേഖനങ്ങൾ നമ്മുടെ കിട്ടി 14 ലേഖനങ്ങളെ കൂടാതെ പിന്നെയും പല ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള പൗലോസിന്റെ 13 അല്ലെങ്കിൽ 14 ലേഖനങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. നമുക്ക് ആവശ്യമായതുള്ളത്, നമുക്കിതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളതല്ല, എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളില് ദൈവനിശ്വാസീയമായ ലേഖനങ്ങള് നമ്മുടെ കരങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പൗലോസ് ഇതൊന്നും ബൈബിളിനോട് ചേർക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ ചേർക്കണമെന്നോ ഉദ്ദേശിച്ച് എഴുതിയ ലേഖനങ്ങളല്ല. പിൽക്കാലത്ത് ഇതൊക്കെ ബൈബിളിന്റെ ഭാഗമായിട്ട് തീരും എന്ന് പൗലോസ് ചിന്തിച്ചുകൊണ്ട് എഴുതിയതല്ല. അതായത് സഭകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് പൗലോസ് അപ്പോഴത്തെ ആവശ്യം വെച്ച് എഴുതിയ ലേഖനങ്ങളാണ്. എന്നാൽ അതിൽ ഈ 14 ലേഖനങ്ങൾ അല്ലെങ്കിൽ 13 ലേഖനങ്ങൾ ദൈവനിശ്വാസീയമായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് അത് ഈ ബൈബിളിന്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് നമുക്ക് ആ ലേഖനങ്ങൾ നമ്മുടെ കരങ്ങളിൽ ലഭിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ആ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നാം പല കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആ ലേഖനങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ലേഖനകാരന്റെ പശ്ചാത്തലം, അതുപോലെ വായനക്കാരുടെ പശ്ചാത്തലം, അതുപോലെ എഴുത്തുകാരന്റെ ജീവിത സാഹചര്യം, എഴുതുന്നതിന്റെ ഉദ്ദേശം, അതുപോലെ വായനക്കാരുടെ ആത്മീയ നിലവാരം, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങള്, ഇതൊക്കെ നാം മനസ്സിലാക്കി ഓരോ ലേഖനങ്ങൾ നാം പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ലേഖനങ്ങൾ നമുക്ക് ഉള്ളായിട്ട് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ സഭയിലെ ഏതെങ്കിലും പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ് ലേഖനങ്ങൾ ഓരോന്നും പൗലോസ് എഴുതിയത്. അല്ലാതെ വെറുതെ ഒരു എഴുതിയതല്ല. ചില പ്രശ്നങ്ങൾ ആ സഭകളിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത്. അതുകൊണ്ട് ആ ഉദ്ദേശം, എഴുതിയതിന്റെ ഉദ്ദേശം എന്താണ്, ആ ലേഖനത്തിലെ പ്രധാന വിഷയം എന്താണ്, അത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ലേഖനങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ പഠിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനിയും ഈ 21 ലേഖനങ്ങളുടെ ക്രമം നാം നോക്കുകയാണെങ്കിൽ പൗലോസിന്റെ ലേഖനങ്ങളാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. പൗലോസിന്റെ ഈ ലേഖനങ്ങളിൽ ആദ്യം പൗലോസിന്റെ ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ നമുക്ക് കാണാൻ സാധിക്കും ഫിലേമോന്റെ ലേഖനം വരെ പൗലോസിന്റെ ലേഖനങ്ങളാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. അതിന് 7 സഭകൾക്ക് എഴുതിയ 9 ലേഖനങ്ങളാണ് ആദ്യമുള്ളത്. 7 സഭകൾക്ക് എഴുതിയ 9 ലേഖനങ്ങൾ, അതായത് കൊരിന്ത്യർക്കുള്ള 2 ലേഖനങ്ങളും തെസ്സലോനിക്കർക്കുള്ള 2 ലേഖനങ്ങളും ഉണ്ട്. അപ്പോൾ 7 സഭകൾക്കുള്ള 9 ലേഖനങ്ങളാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 4 വ്യക്തിപരമായിട്ടുള്ള ലേഖനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 3 വ്യക്തികൾക്ക് എഴുതിയ 4 വ്യക്തിപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. അപ്പോൾ ആ 3 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ തിമോത്തിയോസ്, തീത്തോസ്, ഫിലേമോൻ. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങളാണ്. അത് തിമോത്തിയോസിന് 2 ലേഖനങ്ങൾ പൗലോസ് എഴുതി, പിന്നീട് തീത്തോസ്, അതുപോലെ ഫിലേമോന്, ഇങ്ങനെ 4 ലേഖനങ്ങൾ, 3 വ്യക്തികൾക്ക് എഴുതിയ 3 ലേഖനങ്ങൾ.
3 വ്യക്തികൾക്ക് എഴുതിയ 4 ലേഖനങ്ങൾ. അപ്പോൾ 7 സഭകൾക്ക് എഴുതിയ 9 ലേഖനങ്ങൾ ആദ്യം ചേർത്തിരിക്കുന്നു. അതിനുശേഷം 3 വ്യക്തികൾക്ക് എഴുതിയ 4 ലേഖനങ്ങൾ ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ എഴുത്തും അല്ലെങ്കിൽ ഓരോ ലേഖനത്തിനും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു ആമുഖമുണ്ട്. അതിനുശേഷം വിഷയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഒരു എഴുത്തെഴുതുന്നതിന്റെ ആ ഒരു ക്രമം അനുസരിച്ച് തന്നെയാണ് പൗലോസ് എഴുതുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, ആമുഖമുണ്ട്. അതായത് ആരെഴുതി, ആർക്കെഴുതി എന്നുള്ള കാര്യങ്ങള്. പിന്നീട് അതിനുശേഷം അവരെ വന്ദനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വിഷയത്തിലേക്ക് കടക്കുന്നു. പിന്നെ അവസാനം ഉപസംഹാരം അവിടെയും അവരെ ആശീർവദിച്ചുകൊണ്ട് അവസാനിപ്പിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വിഷയത്തിൽ തന്നെ ഒരു ഉപദേശപരമായിട്ട് ചില കാര്യങ്ങൾ, ചില അധ്യായങ്ങൾ ഉപദേശങ്ങൾക്കായിട്ട് ആദ്യം പറഞ്ഞതിന് ശേഷം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും നാം നേരത്തെ ഓർത്തതുപോലെ ഈ ലേഖനങ്ങളെ പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്നത് എഴുതിയ ക്രമം അനുസരിച്ചല്ല. നാം ചിന്തിച്ചതുപോലെ ഗലാത്യ ലേഖനമോ അല്ലെങ്കിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനങ്ങളോ ആണ് പൗലോസ് ആദ്യം എഴുതുന്നത്. എന്നാൽ റോമാലേഖനമാണ്, 6ാമത് എഴുതിയ റോമാലേഖനമാണ് ആദ്യം ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് എഴുതിയ കാലക്രമം അനുസരിച്ചല്ല അത് ഈ ലേഖനങ്ങള് ബൈബിളില് ചേർത്തിരിക്കുന്നത്. പിന്നെ ഓരോ ലേഖനത്തിന്റെ വിഷയവും അതിന്റെ പ്രാധാന്യവും അനുസരിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് റോമാലേഖനത്തില് വിശ്വാസത്താലുള്ള നീതീകരണമാണ് വിഷയം. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങളില് വിശ്വാസിയുടെ വിശുദ്ധീകരണമാണ് വിഷയം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളിൽ പ്രധാനമായിട്ടും വിശുദ്ധീകരണം, ഗലാത്യ ലേഖനത്തിലെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ, ഫിലിപ്പി ലേഖനത്തിലെ ക്രിസ്തുവിലുള്ള സന്തോഷം അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള സന്തോഷം, കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിലുള്ള പരിപൂർണത, തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങളില് ക്രിസ്തുവിലുള്ള പ്രത്യാശ എന്നീ വിഷയങ്ങള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എഴുതിയ ക്രമം അനുസരിച്ച് റോമാലേഖനം 6ാമതാണെങ്കിലും അത് ആദ്യമായിട്ട് ചേർത്തിരിക്കുന്നു. അതായത് റോമാലേഖനത്തിലെ വിഷയം എന്ന് പറഞ്ഞാല് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. പാപിയായ മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാല് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് റോമാലേഖനം ആദ്യം വിശ്വാസത്താലുള്ള നീതീകരണം, ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ റോമാലേഖനം ആദ്യം ചേർത്തിരിക്കുന്നു. അങ്ങനെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കേണ്ടുന്നത് ആവശ്യമാണ്. കൊരിന്ത്യർക്കുള്ള എഴുതിയ 2 ലേഖനങ്ങളില് ആ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികള് അവര് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതായത് നീതീകരിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്ന വിശ്വാസി പിന്നീട് വീണ്ടും അടിമ നിയമത്തിന്റെ കീഴില് കുടുങ്ങിപ്പോകുവാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് ആ യഥാർത്ഥ സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട്, സ്വർഗീയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ആ നിലയിൽ സന്തോഷകരമായിട്ട് ആനന്ദകരമായിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. അങ്ങനെ സ്വർഗീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയില് ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരും. പിന്നീട് കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ നിലയിലാകുന്ന വിശ്വാസി അങ്ങനെ അവര് ക്രിസ്തുവിൽ പരിപൂർണരാണ്. ആ പരിപൂർണത അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വിശ്വാസി ക്രിസ്തുവില് തികഞ്ഞവനായിട്ട് തീരണം, എല്ലാ നിലയിലും തികഞ്ഞവനായിട്ട് തീരണം. അത് കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും എന്ന് പറയുന്ന കർത്താവിന്റെ വരവാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ക്ലൈമാക്സ്, നമ്മുടെ വിശ്വാസത്തിന്റെ
ഏറ്റവും പരിസമാപ്തി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവാണ്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങളില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ ആ വിഷയങ്ങളുടെ പ്രാധാന്യം അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ ക്രമം അനുസരിച്ചാണ് ഈ ലേഖനങ്ങള് പുതിയ നിയമത്തിൽ ചേർത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ എഴുതിയ ക്രമം അനുസരിച്ചല്ല അത് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ചേർക്കുന്നതിനുള്ള ബന്ധത്തിലും അതിന്റെ പിന്നിലും പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനവും നിയന്ത്രണവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനിയും നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് തിരിച്ച് ചിന്തിക്കാവുന്നതാണ്. വേറെ രീതിയിൽ നമുക്ക് തിരിച്ച് ചിന്തിക്കാം. അതില് ഒന്നാമതായിട്ട് ഭാവിപരമാണ്. ഭാവിപരം, അതായത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1ഉം 2ഉം ലേഖനം. അവിടെ നമ്മുടെ പ്രത്യാശയെ കുറിച്ചാണ് ആ 2 ലേഖനങ്ങൾ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭാവിപരം, പിന്നീട് രക്ഷാതത്വശാസ്ത്രപരം റോമാലേഖനം, അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, ഗലാത്യ ലേഖനങ്ങൾ. ഇത് രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. അതിലേക്ക് നമുക്ക് വരാവുന്നതാണ്. പിന്നീട് നാം കാണുന്നത് ക്രിസ്തുശാസ്ത്രപരം ആയിട്ടുള്ള ലേഖനങ്ങളാണ്. എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം, ഫിലേമോന്റെ ലേഖനം. പിന്നീട് സഭാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ് തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനങ്ങളും തീത്തോസിന്റെ ലേഖനങ്ങളും. ഭാവിപരം ആയിട്ടുള്ള ലേഖനങ്ങളാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ. രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ റോമാലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, ഗലാത്യ ലേഖനം. ക്രിസ്തുശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. സഭാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ 1ഉം 2ഉം തീമോത്തിയോസ്, അതുപോലെ തീത്തോസ്. പിന്നീട് അത് മാത്രമല്ല, പൗലോസിന്റെ റോമൻ കാരാഗ്രഹവാസം, പൗലോസിന്റെ 1ാം റോമൻ കാരാഗ്രഹവാസത്തോടുള്ള ബന്ധത്തിലും നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങളെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. പൗലോസിന്റെ 1ാം കാരാഗ്രഹവാസത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലേഖനങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അതൊന്ന് കാരാഗ്രഹവാസത്തിന് മുമ്പുള്ളവ, കാരാഗ്രഹവാസ കാലത്തുള്ളവ, അതുപോലെ കാരാഗ്രഹവാസ കാലത്തിന് ശേഷമുള്ളവ. കാരാഗ്രഹവാസ കാലത്തിന് മുമ്പുള്ളവ, കാരാഗ്രഹവാസ കാലത്തുള്ളവ, അതുപോലെ കാരാഗ്രഹവാസ കാലത്തിന് ശേഷമുള്ളവ എന്നിങ്ങനെ പൗലോസിന്റെ ലേഖനം നമുക്ക് തിരിക്കാവുന്നതാണ്. അതിലെ കാരാഗ്രഹവാസത്തിന് മുമ്പുള്ള 1ാം കാരാഗ്രഹവാസമാണ്. 1ാം കാരാഗ്രഹവാസത്തിന് മുമ്പുള്ള ലേഖനങ്ങളാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, ഗലാത്യ ലേഖനങ്ങൾ, അതുപോലെ റോമാലേഖനം. ഈ 6 ലേഖനങ്ങൾ, തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങൾ, ഗലാത്യ ലേഖനം, റോമാലേഖനം. ഈ 6 ലേഖനങ്ങള് കാരാഗ്രഹവാസത്തിന്, പൗലോസിന്റെ 1ാം കാരാഗ്രഹവാസത്തിന് മുമ്പുള്ള ലേഖനങ്ങളാണ്. ഇനിയും കാരാഗ്രഹവാസ കാലത്തുള്ള ലേഖനങ്ങളാണ് എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസി ലേഖനം, ഫിലേമോന്റെ ലേഖനം. ഈ 4 ലേഖനങ്ങൾ ഇതിനെ കാരാഗ്രഹ ലേഖനങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. പ്രിസൺ എപ്പിസിൽസ്, കാരാഗ്രഹ ലേഖനങ്ങൾ. അതായത് ഈ 4 ലേഖനങ്ങൾ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങൾ കാരാഗ്രഹവാസ കാലത്തുള്ള ലേഖനങ്ങളാണ്. അതിനുശേഷം കാരാഗ്രഹവാസത്തിന് ശേഷമുള്ള ലേഖനങ്ങളാണ് തിമോത്തിയോസിന് എഴുതിയ 1ാം ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2ാം ലേഖനം, അതുപോലെ തീത്തോസിന്റെ ലേഖനം. പൗലോസിന്റെ 1ാം കാരാഗ്രഹവാസത്തിന് ശേഷമുള്ള 3 ലേഖനങ്ങൾ. തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനങ്ങളും അതുപോലെ തീത്തോസിന്റെ ലേഖനം. അതില് തിമോത്തിയോസിന്റെ 2ാം ലേഖനം പൗലോസിന്റെ 2ാം കാരാഗ്രഹവാസ സമയത്ത് എഴുതിയ ലേഖനമാണ്. 1ാമത്തെ അല്ല, 2ാമത് പൗലോസ് റോമൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനമാണ് തിമോത്തിയോസിന്റെ 2ാം ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ 3 ലേഖനങ്ങൾ പൗലോസിന്റെ 1ാം കാരാഗ്രഹവാസത്തിന് ശേഷമുള്ള ലേഖനങ്ങളാണ്. ഇനിയും കാരാഗ്രഹവാസകാലത്ത് എഴുതപ്പെട്ടവ കാരാഗ്രഹ ലേഖനങ്ങളെന്നും, അതുപോലെ കാരാഗ്രഹവാസകാലത്തിന് ശേഷമുള്ളവ ഇടയ ലേഖനങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം പ്രിസൺ എപ്പിസൽസ്, കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നത് കാരാഗ്രഹവാസ കാലത്ത്
ഒന്നാമത് പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ, റോമൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളാണ് എഫേസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലേമോൻ ലേഖനം. ഈ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. എന്നാൽ അതിനുശേഷം എഴുതിയ 3 ലേഖനങ്ങളാണ് തിമോത്തിയോസിന്റെ 2 ലേഖനങ്ങൾ, അതുപോലെ തീത്തോസിന്റെ ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളെ ഇടയ ലേഖനങ്ങൾ, പാസ്റ്ററൽ എപ്പിസിൽസ്, ഇടയ ലേഖനങ്ങൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇനി നാം നേരത്തെ ചിന്തിച്ച ആ ഒരു കാറ്റഗറിയിലേക്ക് അതിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തേത് നാമ 4ആയിട്ട് തിരിക്കുകയാണ് പൗലോസിന്റെ ലേഖനങ്ങളെ: ഭാവിപരം, അതുപോലെ രക്ഷാതത്വശാസ്ത്രപരം, ക്രിസ്തുശാസ്ത്രപരം, സഭാതത്വ ശാസ്ത്രപരം. അതിലൊന്നാമത് രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ. നമുക്കറിയാം, ബൈബിളിലെ എല്ലാ ഉപദേശങ്ങളെയും നമുക്ക് 10 ശാഖകളായിട്ട് തിരിച്ചാണ് നാം പ്രധാനമായിട്ടും നാം പഠിക്കാറുള്ളത്. അതിലൊന്നാണ് രക്ഷാതത്വശാസ്ത്രം, സോറ്റീരിയോളജി. അപ്പോൾ രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ, സോറ്റീരിയോളജിക്കൽ എപ്പിസൽസ്, രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ. ആ ലേഖനങ്ങൾ 4 ലേഖനങ്ങളാണ് പ്രധാനമായിട്ട്: റോമാലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം, അതുപോലെ ഗലാത്യ ലേഖനം. ഈ 4 ലേഖനങ്ങളാണ് രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ. ഈ ലേഖനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ്. എല്ലാ ലേഖനങ്ങളും, എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ട. നമുക്ക് ബൈബിളിലെ ഒരു പുസ്തകവും നമുക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കത്തില്ല. എല്ലാം ഒരുപോലെ പ്രാധാന്യമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ 4 ലേഖനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ലേഖനങ്ങളാണ്, രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. ഈ ലേഖനങ്ങളിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, പുതിയ നിയമത്തിന്റെ മറ്റു പുസ്തകങ്ങളെക്കാളും പല വിഷയങ്ങളും ആധികാരികമായിട്ട് ഈ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് റോമാലേഖനം, 1ഉം 2ഉം കൊരിന്ത്യർ, അതുപോലെ ഗലാത്യ ലേഖനം. ഈ പുസ്തകങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാപം, ന്യായപ്രമാണം, വീണ്ടെടുപ്പ്, വിശ്വാസം, നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാവ്, പുനരുത്ഥാനം, അങ്ങനെ അനേക വിഷയങ്ങൾ ഈ ലേഖനത്തിൽ മറ്റു പുസ്തകങ്ങളെക്കാൾ അധികം പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈ ലേഖനങ്ങള് അവിടെ സഭാശിക്ഷണം, സഭയിലെ സ്ത്രീകളുടെ പെരുമാറ്റം, കർത്തൃമേശാചരണം, ആത്മീയ വരങ്ങളുടെ ശരിയായിട്ടുള്ള ഉപയോഗം, വിവാഹവും വേർപാടും എന്നിവയെക്കുറിച്ചുള്ള പ്രമാണങ്ങള് ഈ ലേഖനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നാം വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് ഈ ലേഖനങ്ങള് നാം വായിക്കേണ്ടുന്നത്, മനസ്സിലാക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. റോമാലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം, അതുപോലെ ഗലാത്യ ലേഖനം. ഈ ലേഖനങ്ങളിൽ രക്ഷയെക്കുറിച്ചുള്ള രക്ഷാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ ഈ ലേഖനങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടമാണ് ക്രിസ്തുശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ എന്ന് പറയുന്നത്, ക്രിസ്റ്റോളജിക്കൽ എപ്പിസൽസ്. ഈ ലേഖനങ്ങളിൽ ക്രിസ്തുശാസ്ത്രമാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് 4 കാരാഗ്രഹ ലേഖനങ്ങളാണ് ഈ ലേഖനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എഫേസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലേമോന്റെ ലേഖനം. ഇത് 4ഉമാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. അത് ക്രിസ്തുശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. ഇത് നാം ഓർത്തതുപോലെ പൗലോസിന്റെ 1ാം മിഷണറി ഒന്നാം കാരാഗ്രഹവാസ കാലത്ത് എഴുതിയ ലേഖനങ്ങളാണ്. അതുകൊണ്ട് ഇതിന് പ്രിസൺ എപ്പിസൽസ്, കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ 4 ലേഖനങ്ങളിലും പൗലോസിന്റെ കാരാഗ്രഹവാസത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ എല്ലാ ലേഖനങ്ങളും പരാമർശിച്ചു. നമുക്ക് പെട്ടെന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ് ലേഖനത്തിൽ നമുക്ക് നോക്കാം. എഫേസ് ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, അതുപോലെ 4-ാം അധ്യായം 1-ാം വാക്യം. എഫേസ്യർ 3:1, എഫേസ്യർ 4:1. അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കും. 4:1, എഫേസ്യർ 4:1. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ. ഇനി ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരാം. 1-ാം അധ്യായം 7-ാം വാക്യം. 1-ാം അധ്യായം 7-ാം വാക്യം. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എന്റെ ബന്ധനങ്ങളിലും മതി, എന്റെ ബന്ധനങ്ങൾ. അതുപോലെ അതിന്റെ 13-ാം വാക്യം കൂടെ.
എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു മതി. നിമിത്തമാണ്. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാണ്. ഇനി കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൗലോസിന്റെ കാരാഗ്രഹവാസത്തെ പരാമർശിച്ചിട്ടുണ്ട്. 4-ാം അധ്യായം 3-ാം വാക്യം, 4-ാം അധ്യായം 3-ാം വാക്യം, അതുപോലെ 4-ാം അധ്യായം 10-ാം വാക്യം. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം. അതുപോലെ എന്റെ 10-ാം വാക്യം, കൊലോസ്യർ 4:10. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസ്. അപ്പോൾ ഇവിടെ എല്ലാം പൗലോസിന്റെ ആ കാരാഗ്രഹവാസത്തെ പരാമർശം. ഈ ഫിലേമോന്റെ ലേഖനത്തിലേക്ക് വരാം. ഫിലേമോന്റെ ലേഖനത്തിലെ 10-ാം വാക്യം, 13-ാം വാക്യം, 22-ാം വാക്യം, 23-ാം വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫിലേമോൻ 10. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ. ഇനി അതിന്റെ 13-ാം വാക്യം. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന്. ഇനി അതിന്റെ 22. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. 23. ക്രിസ്തുയേശുവിൽ എന്റെ സഹബദ്ധനായ എപ്പഫ്രാസും. അപ്പോൾ ഈ 4 ലേഖനങ്ങൾ, ഇത് കാരാഗ്രഹ ലേഖനമാണ്. പൗലോസിന്റെ 1-ാം കാരാഗ്രഹവാസ കാലത്ത് എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോൾ ഈ 4 ലേഖനങ്ങളും പൗലോസിന്റെ ആ 1-ാം കാരാഗ്രഹവാസം പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 4 ലേഖനങ്ങള് ക്രിസ്തുശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. ഈ ലേഖനങ്ങളിൽ ക്രിസ്തുവിന്റെ ആളത്വവും അതുപോലെ ക്രിസ്തുവിന്റെ മഹത്വവും പ്രതിപാദിക്കുന്നതായിട്ട് വിവരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും അത് ഉപദേശപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. അവിടെ വളരെ ആഴമായിട്ടുള്ള ഉപദേശ സത്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഫിലിപ്പ് ലേഖനവും ഫിലേമോന്റെ ലേഖനവും അത് വ്യക്തിപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. ഫിലിപ്പ് ലേഖനം എന്ന് പറഞ്ഞാൽ ഒരു സഭയ്ക്ക്, ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ വ്യക്തിപരമായിട്ട് എഴുതുന്ന ലേഖനമാണ്. ഫിലേമോന്റെ ലേഖനം അവിടെ ഫിലേമോന് വേണ്ടി വ്യക്തിപരമായിട്ട് എഴുതുന്ന ലേഖനമാണ്. അപ്പോൾ ഈ 4 ലേഖനങ്ങൾ നമുക്ക് ആ നിലയിൽ കാണാൻ സാധിക്കും. ക്രിസ്തുശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. ഇനിയും അടുത്ത ലേഖനങ്ങളുടെ കാറ്റഗറിയാണ് ഭാവികാലപരമായിട്ടുള്ള ലേഖനങ്ങൾ, എസ്കറ്റോളജിക്കൽ എഫിസൽസ്. ഈ ഭാവികാലപരമായിട്ടുള്ള ലേഖനങ്ങൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങളാണ്. 1 തെസ്സലോനിക്കരും 2 തെസ്സലോനിക്കരും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനങ്ങളാണ്. നമുക്കറിയാം ഈ 2 ലേഖനങ്ങളിലെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ 2-ാം വരവ്, പുനരാഗമനമാണ്. 2-ാം വരവാണ് ഈ 2 ലേഖനങ്ങളുടെയും വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം കർത്താവിന്റെ വരവിന് കർത്താവിന്റെ 2-ാം വരവിന് 2 ഫേസുകളാണ്, അല്ലെങ്കിൽ 2 തലങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. 1 സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ വരവ്, 2 സഭയോട് കൂടെ ഉള്ള 1 സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ വരവ്, 2 സഭയോട് കൂടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്ന കർത്താവിന്റെ വരവ്. അപ്പോൾ അങ്ങനെ കർത്താവിന്റെ വരവിന്, 2-ാം വരവിന് 2 തലങ്ങളാണ് ഉള്ളത്. അപ്പോൾ സഭയ്ക്ക് വേണ്ടി സഭയോട് കൂടിയുമുള്ള വരവ്. അപ്പോൾ നമുക്കറിയാം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് അവിടെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ് അവിടെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. സഭയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസികളുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശയാണ് കർത്താവിന്റെ വരവ്, മധ്യാകാശ വരവ് എന്നുള്ളത്. സഭയെ തന്റെ അരികിലേക്ക് ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്, മധ്യാകാശത്തിൽ വരുന്നത്. അപ്പോൾ 1-ാം ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന് സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ മധ്യാകാശ വരവിനെ പ്രതിപാദിച്ചിരിക്കുന്നു. അതുപോലെ 2-ാം ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അത് സഭയോട് കൂടെ വരുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നാമത്തെ ഫേസിന് ശേഷം 7 വർഷത്തിന് ശേഷം ഈ ലോകത്തിലേക്ക് കർത്താവ് വരുന്ന വരവാണ്. അത് സഭയോട് കൂടെ ഈ ഭൂമിയിൽ വരുന്ന ആ വരവിനെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യത്തേതില് അവിടുത്തെ പ്രധാന വിഷയം വിശ്വാസികളുടെ ആശ്വാസവും പ്രത്യാശയും നമുക്ക് കാണാം. രണ്ടാമത്തെ ലേഖനത്തില്
ശത്രുക്കൾക്കുള്ള ന്യായവിധിക്കാണ് പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പൗലോസിന്റെ ലേഖനങ്ങളുടെ 4ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് അത് സഭാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങളാണ്. സഭാതത്വശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ, എക്ലീഷിയോളജിക്കൽ എപ്പിസൽസ്. ഇവിടെ 3 ലേഖനങ്ങളാണുള്ളത്. തിമോത്തിയോസ് എഴുതിയ 2 ലേഖനങ്ങളും തീത്തോസിന് എഴുതിയ ലേഖനം. ഈ 3 ലേഖനങ്ങളെ ഇടയ ലേഖനങ്ങളെന്നും പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇടയ ലേഖനങ്ങൾ, പാസ്റ്ററൽ എപ്പിസൽസ് എന്നും ഈ 3 ലേഖനങ്ങൾ അറിയപ്പെടും. തിമോത്തിയോസ് എഴുതിയ 2 ലേഖനങ്ങൾ, അതുപോലെ തീത്തോസിന്റെ ലേഖനം. അപ്പോൾ ഈ ലേഖനങ്ങളിൽ അവിടുത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഇടയന്റെ ജോലിയും അതുപോലെ സഭാ ശുശ്രൂഷയുടെ സ്വഭാവവുമാണ് നമുക്ക് ഈ 3 ലേഖനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കാരണം ഈ 3 ലേഖനങ്ങൾ എഴുതുന്നത് ഇടയന്മാർക്ക് വേണ്ടിയാണ്. പ്രധാനമായിട്ട് തിമോത്തിയോസിനും തീത്തോസിനും 2 ഇടയന്മാർക്ക് വേണ്ടി എഴുതിയ 3 ലേഖനങ്ങളാണ് ഈ ലേഖനങ്ങൾ എന്ന് പറയുന്നത്. തിമോത്തിയോസ് എഴുതിയ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനം. അപ്പോൾ അത് മാത്രമല്ല, പൗലോസിന്റെ ഈ 3 നാം നേരത്തെ ചിന്തിച്ചതുപോലെ പൗലോസിന്റെ 1-ാം കാരാഗ്രഹവാസത്തിന് ശേഷം എഴുതിയ ലേഖനങ്ങളാണ് ഈ 3 ലേഖനങ്ങൾ. അതായത് പൗലോസിന്റെ ജീവിത സായാഹ്നത്തിൽ, ജീവിതത്തിന്റെ അവസാന സമയത്ത് എഴുതിയ ലേഖനങ്ങളാണ് ഈ 3 ലേഖനങ്ങൾ. അതിൽ പൗലോസ് ഏറ്റവും അവസാനമായിട്ട് എഴുതിയത് തിമോത്തിയോസിന്റെ 2-ാം ലേഖനമാണ്. പൗലോസിന്റെ 2-ാം കാരാഗ്രഹവാസ സമയത്താണ് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം പൗലോസ് എഴുതുന്നത്. അപ്പോൾ പൗലോസ് 2-ാമത് റോമൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് പൗലോസ് എഴുതുന്ന ലേഖനമാണ് തിമോത്തിയോസ് 2-ാം ലേഖനം. അപ്പോൾ ആ ലേഖനം എന്ന് പറയുന്നത് പൗലോസിന്റെ അന്ത്യവാക്കുകളാണ്. ആ ലേഖനം എഴുതി അധികം കഴിയുന്നതിന് മുമ്പേ പൗലോസ് രക്തസാക്ഷിയായിട്ട് തീർന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ആ നിലയിൽ പൗലോസിന്റെ അന്ത്യവാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 3 ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളാണ്. സഭാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, അതുപോലെ ഇടയ ശുശ്രൂഷയെ കുറിച്ചും അതുപോലെ സഭാ ശുശ്രൂഷയുടെ സ്വഭാവവും ഒക്കെയാണ് ഈ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ലേഖനങ്ങളെ നമുക്ക് ഈ നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങൾ നമുക്ക് ഈ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനിടയായത്. ഇനി തുടർന്നുള്ള നാം റോമാലേഖനം മുതൽ നാം അടുത്ത ആഴ്ച മുതൽ നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാനല്ല, സർവേ നടത്തുവാനായിട്ട് പോവുകയാണ്. നമുക്ക് ഒരു പഠനത്തിനായിട്ടുള്ള സമയം സാഹചര്യം നമുക്കില്ല. ബൈബിൾ സർവേ ആണ് നാം നടത്തുന്നത്. എന്നാൽ അപ്പോൾ ഓരോ ലേഖനങ്ങൾ നാം സർവേ നടത്തുമ്പോൾ ഈ ഒരു ലേഖനങ്ങളുടെ ഒരു പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ഇത് എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നെങ്കിൽ നമുക്ക് ദൈവവചനം കൂടുതൽ നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, പഠിക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും. അതിന് വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.